കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിനു പോകെ വഴി ചൊല്ലി, ഇനിയും ഒരാറു കടക്കേണം, കിളി ഈറനുടുത്തു നടക്കേണം. കാണാൻ കൈത്തിരി കരുതേണം, കിളി കല്ലും മുള്ളും താണ്ടേണം. കണ്ണിനു കാണാത്തോഴൻ, നമ്മുടെ ഉള്ളിലെ ആത്മാവായിരിക്കുന്ന, എപ്പോഴും നമുക്ക് സുഹൃത്തായിരുന്ന് നമ്മളോട് സാരോപദേശം ചെയ്യുന്ന, എന്തെന്ത് ഏടാകൂടങ്ങളിലേക്ക് നമ്മൾ ഇടപെടുമ്പോഴും വേണ്ടേ വേണ്ടേ എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട്, ആത്മമിത്രം. ആ മിത്രം വഴി ചൊല്ലി. കുറച്ച് പ്രയാസമുണ്ട്, കല്ലും മുള്ളും ഒക്കെ താണ്ടേണ്ടതുണ്ട്. ലക്ഷ്യസ്ഥാനത്ത്, കിളിയെ സംബന്ധിച്ച് ലക്ഷ്യം കാടാണ്. നിങ്ങൾക്ക് ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് മാർഗത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്. ആ തടസ്സത്തെയൊക്കെ അതിജീവിച്ചു പോണം. അന്നേരം വന്നവളോടോതി അഞ്ചല്ലോ കരിവേടന്മാർ. ഈ 5 വേടന്മാര് വന്നിട്ട് അവളോട് പറയുക, ഇതാ ഇങ്ങതിലൂടെ നടന്നാൽ ആരും കാണാ കാടണയാം. ഏയ്, ഇതിനത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഷോർട്ട് കട്ട് ഉണ്ട്, വരൂ. എന്നിട്ടോ ഈ വേടന്മാര് ട്രീറ്റ് ചെയ്യുക. ഒന്നാം വേടൻ കണ്ണിറയും നിറമായിരം അവളെ കാണിച്ചു. ഒരു വലിയ ടിവിയും മേടിച്ചു കൊടുത്തു, LED ടിവിയും മേടിച്ചു. അതിൽ കണക്ഷനുമായി, ഇന്റർനെറ്റുമായി, 2-3 റിമോട്ടും കൊടുത്തു. 1000 നിറങ്ങൾ എന്ന് പറഞ്ഞാൽ കാഴ്ചകളുടെ വൈവിധ്യങ്ങൾ. രണ്ടാം വേടൻ മധുരം മുറ്റിയ മുന്തിരി നീര് കുടിപ്പിച്ചു. മുന്തിരി നീര് പുളിപ്പിച്ചിട്ട് ആദ്യം വൈനിൽ തുടങ്ങി, പിന്നെ കൊട്ടുവടിയിൽ അവസാനിച്ചു. മൂന്നാമത്തവനെ എരിമണമേറ്റിയ പൂവുകളെ റമണപ്പിച്ചു. ഗന്ധത്തിന്റെ, കണ്ണിന്, നാവിന്, മൂക്കിന്. പിന്നെ ഒരുവൻ കാതിന് ഈ കിളി തഞ്ചും പാട്ടുകൾ കേൾപ്പിച്ചു. ബ്ലൂടൂത്ത്, ഇയർഫോൺ, അതും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന ഓരോ എന്താ പറയാ, ഈ ചില റേഡിയോ ജോക്കികളൊക്കെ ഉണ്ട്, വലിയ ജോക്കാണ് അതൊക്കെ. ഈ പറഞ്ഞ കാതിനെ ഇക്കിളിപ്പെടുത്താണ്. ചേട്ടാ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്, എന്ത് ചേട്ടൻ, പാവം ചേട്ടന്മാർ ഇതൊക്കെ കേട്ടിട്ട് കാതിനെ ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുകൾ കേൾപ്പിച്ചു. പൊയ്യിലവിൽ തുണി കൊയ്തൊരു പട്ടാൽ. പിന്നൊരു വേടൻ ഉടുപ്പിച്ചു ത്വകേന്ദ്രിയത്തെ, വസ്ത്രങ്ങളുടെ വൈവിധ്യങ്ങൾ, അത് കീറിയതും പറഞ്ഞതും ഒക്കെ നോക്കണേ, എല്ലാം പൊയ്യാണ്, കളവാണ്.